പുരാതന ഗ്രീസിൽ ഓരോ ദൈവങ്ങൾക്കും പ്രത്യേകം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ ഗ്രീസിലുണ്ടായിരുന്നു. അപ്പോളോ ദേവനും ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഡെൽഫ എന്ന സ്ഥലത്തായിരുന്നു. വളരെ പ്രശസ്തമായ ക്ഷേത്രമായിരുന്നതിനാൽ ദേവൻ അവിടെ മിക്കവാറും സന്ദർശകനുമായിരുന്നു. ഏറ്റവും വലിയ തമാശ എന്താണെന്നോ, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗ്രീസിലല്ലായിരുന്നു, പകരം ട്രോയ് എന്ന നഗരത്തിലായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ട്രോയിലെ ക്ഷേത്രത്തിലെത്തി. കസാൻഡ്ര എന്ന ഒരു പുരോഹിത ആ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നതിനാൽ ജനങ്ങൾ അവളെ അഫ്രോഡൈറ്റ് ദേവതയോട് ഉപമിച്ചിരുന്നു. ധാരാളം യുവാക്കൾ അവളുടെ സൗന്ദര്യത്തിൽ വീണുപോയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സിയൂസ് ദേവന്റെയും ലെറ്റോയുടെയും മകനായ അപ്പോളോയെ പുരുഷ സൗന്ദര്യത്തിന്റെ ഉദാഹരണമായാണ് കണക്കാക്കിയിരുന്നത്. കൂടാതെ ഗായകനും കവിയും കൂടിയായിരുന്നു അദ്ദേഹം. കസാൻഡ്രയെ കണ്ട നിമിഷം തന്നെ അവളെ തന്റെ സ്നേഹത്തിൽ വീഴ്ത്തണമെന്ന് ദേവൻ ഉറപ്പിച്ചിരുന്നു. അദ്ദേഹം കസാൻഡ്രയോട് പറഞ്ഞു, അവൾ തനിക്കൊരു ചുംബനം തന്നാൽ അദ്ദേഹം അവൾക്കൊരു സമ്മാനം കൊടുക്കുമെന്ന്. അവൾക്ക് ഭാവിയെപ്പറ്റി പ്രവചിക്കാനുള്ള ഒരു വരം. കസാൻഡ്ര അത് സമ്മതിച്ചു. അവൾക്ക് ആ സമ്മാനം കിട്ടിയപ്പോൾ അവൾ ആകാംക്ഷയോടെ ഭാവിയിലേക്ക് നോക്കി. പക്ഷെ അവൾ കണ്ട കാര്യങ്ങൾ അവളെ വീർപ്പുമുട്ടിച്ചു. തങ്ങളുടെ പട്ടണത്തെ നശിപ്പിക്കാൻ ഗ്രീക്ക് ജനതയെ സഹായിക്കുന്ന അപ്പോളോ ദേവനെ അവൾ കണ്ടു. ഗ്രീക്ക് പടയാളികൾ തങ്ങളുടെ പട്ടണത്തിൽ നാശം വിതയ്ക്കുന്നതും ട്രോയ് നഗരത്തിലെ ജനങ്ങൾ തങ്ങളുടെ ജീവനു വേണ്ടി പരക്കം പായുന്നതും അവൾ കണ്ടു. അവൾ സമ്മതിച്ചതുപോലെ അവളെ ചുംബിക്കാനായി ദേവൻ അവളുടെ നേരെ കുനിഞ്ഞു. എന്നാൽ അവൾ വളരെ ദേഷ്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പി. അപ്പോളോ ദേവൻ വളരെയധികം കോപിഷ്ഠനായെങ്കിലും അദ്ദേഹം കൊടുത്ത വരം തിരിച്ചെടുക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ആ വരത്തിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്തു. ദേവൻ പറഞ്ഞു, കസാൻഡ്ര, നിനക്കെപ്പോഴും ഭാവിയെക്കുറിച്ച് അറിയാൻ സാധിക്കും, എന്നാൽ നീ നിരാശപ്പെടും. നിന്റെ പ്രവചനം സത്യമായിരുന്നാലും ആരും നിന്നെ വിശ്വസിക്കുകയില്ല. ആ ദിവസം മുതൽ കസാൻഡ്രയ്ക്ക് ഭാവിയെക്കുറിച്ച് എല്ലാം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലും അവൾ പറയുന്നതൊന്നും ആരും വിശ്വസിച്ചില്ല. അവളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അവളുടെ അമ്മ പോലും അവൾക്ക് ഭ്രാന്താണെന്ന് പറയാൻ തുടങ്ങി. ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നത് പോലെ ഗ്രീക്ക് ജനത ട്രോയ് നഗരത്തെ നശിപ്പിക്കുന്നത് കസാൻഡ്ര മുൻകൂട്ടി കണ്ടിരുന്നു. ട്രോജൻ യുദ്ധത്തിന് ശേഷമുള്ള ഗ്രീക്ക് ജനതയുടെ പരാജയം ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു ട്രോയിലെ ജനങ്ങൾ. തടികൊണ്ടുള്ള ഒരു വലിയ കുതിരയെ പട്ടണത്തിന്റെ കവാടത്തിന് പുറത്ത് നഗരവാസികൾ കണ്ടു. എന്നാൽ ട്രോയിലെ ജനങ്ങൾ അത് അത്ര കാര്യമാക്കിയില്ല. യുദ്ധത്തിന്റെ പരാജയത്തിന് ശേഷം ഗ്രീക്കുകാർ ഉപേക്ഷിച്ചു പോയതാണെന്ന് കരുതി. അതിനകത്ത് നിറയെ അവരെ ആക്രമിക്കാനായി ഗ്രീക്ക് പടയാളികൾ കാത്തിരിക്കുകയാണെന്ന് കസാൻഡ്ര മുന്നറിയിപ്പ് നൽകി. എന്നാൽ ജനങ്ങൾ വിചാരിച്ചു കസാൻഡ്രയ്ക്ക് വീണ്ടും ഭ്രാന്ത് പിടിച്ചെന്ന്. അവരാരും അത് ശ്രദ്ധിച്ചു പോലുമില്ല. അവർ ആ കുതിരയെ നഗരത്തിനകത്തേക്ക് കൊണ്ടുവന്നു. രാത്രിയിൽ ആ കുതിരയുടെ വാതിൽ തുറക്കുകയും നൂറുകണക്കിന് പടയാളികൾ പുറത്തേക്ക് വരികയും ചെയ്തു. അവർ ട്രോയ് നഗരത്തെ ആക്രമിക്കുകയും മറ്റു പടയാളികൾക്ക് കയറാനായി പട്ടണത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയും ചെയ്തു. അവർ രാജാവിനെയും രാജ്ഞിയെയും ഉൾപ്പെടെ ട്രോജൻ ജനതയെ ഒന്നടങ്കം കൊലപ്പെടുത്തി. ജനങ്ങൾ അവരുടെ പ്രാണരക്ഷാർത്ഥം എല്ലായിടത്തും ഓടി നടന്നു. ഭാവിയെപ്പറ്റി അറിയാനുള്ള ഇത്ര വലിയൊരു വരം ലഭിച്ചിട്ടും കസാൻഡ്രയെ വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. അപ്പോളോ ദേവനോടുള്ള മത്സരം കാരണം ജീവിത അവസാനം വരെ അവളെ എല്ലാവരും ഭ്രാന്തിയായി മുദ്രകുത്തി. ശരിയല്ലേ? Right?